കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി 7ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ മരിച്ചു. ശ്രീകണ്ഠാപുരം കാഞ്ഞിലേരി ആലക്കുന്നിലെ പുതുപ്പള്ളി ഞാലിൽ തോമസ് ത്രേസ്യാമ്മ ദമ്പതികളുടെ മകൻ ടോം തോംസൺ 40-കാരൻ ആണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 1:30 മണിയോടെയാണ് സംഭവം. ടോം തോംസണിന്റെ പിതാവ് തോമസ് ഹെർണിയ ഓപ്പറേഷൻ കഴിഞ്ഞ് 7ാം നിലയിൽ അഡ്മിറ്റാണ്. ഇദ്ദേഹത്തെ പരിചരിക്കുന്നതിനാണ് മകനായ ടോം ആശുപത്രിയിൽ എത്തിയത്. 4 ദിവസം മുമ്പാണ് തോമസ് ശാസ്ത്രക്രിയക്കായി 7ാം നിലയിൽ 702-ാം വാർഡിൽ പ്രവേശിപ്പിച്ചത്. പുലർച്ചെ 12 മണിയോടെ ഇയാൾ ആശുപത്രിയിൽ ബഹളമുണ്ടാക്കി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. സുരക്ഷാ ജീവനക്കാരും ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മറ്റ് കൂട്ടിരിപ്പുകാരും ഇടപെട്ടതോടെ ഇയാൾ പുറത്തേക്ക് ചാടുമെന്ന് ഭീഷണിപ്പെടുത്തി. 6ാം നിലയിൽ നിന്നും 7ാം നിലയിലേക്ക് പോയി 7ാം നിലയിലെ സ്റ്റെയർ കേസിന് സമീപത്തു നിന്നും ജനലിലൂടെ പുറത്തേക്ക് കടന്നു. ഇതോടെ ആശുപത്രി അധികൃതർ പയ്യന്നൂർ അഗ്നിശമന സേനയെ 12:30 വിവരം അറിയിച്ചു. അഗ്നിശമന സേന സ്ഥലത്തെത്തി അനുനയിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും വഴങ്ങാതെ വന്നതോടെ താഴെ വലവിരിച്ച് ഇയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ ടോം തോംസൺ വലയില്ലാത്ത ഭാഗത്തു നിന്നും 1:50 താഴേക്ക് ചാടുകയായിരുന്നു. ഉടൻ തന്നെ സേനാംഗങ്ങൾ ഇയാളെ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ എത്തിച്ചുവെങ്കിലും പുലർച്ചെ 3:10 മരണപ്പെട്ടു. ടോം തോംസണും ഭാര്യയും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ വിവാഹമോചന കേസ് നടന്നുവരികയാണ്. ഇത് സംബന്ധിച്ച് പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ ലഹരിമരുന്ന് ഉപയോഗിച്ചതായി കരുതുന്നു. മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് ഉള്ളത്.